നടക്കുകയില്ല കേന്ദ്രമെന്നും അറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ബോധപൂർവം എന്തെടുത്ത് വ്യക്തി സംഘടനക്ക് കരാർ തരുന്നതായിട്ട് എഴുതുകയും അങ്ങനെ ബോധപൂർവം വാക്കുകൾ അതിൽ എഴുതി ചേർക്കുകയും ഈ സംവാദം മുടക്കാൻ കത്തുകളിലൂടെ തന്നെ ആദ്യം നിങ്ങൾ ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തുകയും അതിന്റെ ഭാഗമായിക്കൊണ്ട് അവസാനം ഇപ്പോൾ കരാർ എഴുതുമ്പോൾ നിങ്ങളത് വളരെ വ്യക്തമായി പറയുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സംവാദം നടത്താൻ ഇവിടെ ഒരു തടസ്സവുമില്ല. ഞാൻ വെല്ലുവിളി സ്വീകരിച്ചു, യാസ്മിന്റെ വെല്ലുവിളി സ്വീകരിച്ചിട്ടാണ് ഈ സംവാദത്തിന് കളകം ഒരുങ്ങിയിട്ടുള്ളത്. ഞാൻ വെല്ലുവിളി സ്വീകരിച്ചിട്ട് നിങ്ങൾ കൊണ്ടുവരുന്ന പണ്ഡിതന്മാരുമായി, അത് സലാസുല്ലമി അലിമദനി ആരായിക്കോട്ടെ, ഇങ്ങോട്ട് കൊണ്ടുവരുന്ന പണ്ഡിതന്മാരുമായി ഞങ്ങൾ സ്റ്റേജിലുള്ള സംവാദത്തിന് തയ്യാറാണ് എന്ന വാചകത്തിന്മേലാണ് കത്ത് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ജില്ലാ കമ്മിറ്റി ഞങ്ങൾക്ക് കൈമാറിയത്. അതല്ലെങ്കിൽ കേന്ദ്രം അതിന്റെ മുകളിലത്തെ ഘടകങ്ങൾക്ക് കൈമാറും, അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ സംസ്ഥാന കമ്മിറ്റിക്കോ അല്ലെങ്കിൽ KJന് കൈമാറി കൊടുക്കും. ഞങ്ങൾക്ക് കൈമാറാനുള്ള കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ വെല്ലുവിളി സ്വീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കത്ത് തന്നത് കൊണ്ടാണ്. അവിടെ നിന്ന് നിങ്ങൾ ഇപ്പോൾ ഒഴിഞ്ഞു മാറുകയാണ്. ഇൻഷാ അല്ലാഹ് കേരള ദുത്തുൽ മുജാഹിദിനെ സംബന്ധിച്ചിടത്തോളം ആ മുജാഹിദ് പ്രസ്ഥാനത്തിന് കൃത്യമായി സംവാദങ്ങൾ നടത്താൻ അറിയാം. ആ സംവാദം നടത്തിയിട്ടുണ്ട്, നടത്തുകയും ചെയ്യും. ഇനിയും മുന്നോട്ട് ആ രംഗത്ത് തന്നെ മുന്നോട്ട് പോകും. അത് യാതൊരു തടസ്സമില്ല. പക്ഷെ ഇപ്പോൾ ഞാൻ ഏറ്റെടുത്ത ഉത്തരവാദിത്വം ഞാൻ നിറവേറ്റുന്നു. പക്ഷെ മറുഭാഗത്ത് നിന്ന് പ്രതിനിധികളായി അഭിനയിച്ചു വന്നവർ ഏറ്റെടുത്തവർ ഉത്തരവാദിത്വം അവർ നിർവഹിക്കുന്നില്ല എന്നാണ് ഇതിന്റെ അവസാനമായി പറയാനുള്ളത്. ഞാൻ ഇനി നിർത്തുകയാണ്. ഞാൻ നേരത്തെ ഒന്ന് നിർത്തിയതാണ്, ഇനി ഞാൻ നിർത്താൻ ഉദ്ദേശിക്കുന്നത് അവസാനമാണ്. വാഹൃദാൻ അൽഹംദുലില്ലാഹ്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയണ്ടേ പറഞ്ഞു. ആ ജില്ലാ കമ്മിറ്റിയുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ അംഗീകരിക്കണം. നിങ്ങൾ ആ ജില്ലാ കമ്മിറ്റിയുടെ പ്രതിനിധിയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അംഗീകരിക്കണം. അതല്ലാതെ അനസ് എന്ന് പറയുന്ന വ്യക്തിയല്ല, അല്ലെങ്കിൽ നസീർ എന്ന് പറയുന്ന വ്യക്തിയല്ല, ജില്ലാ കമ്മിറ്റിയുടെ പ്രതിനിധി, കേരളം ജില്ലാ കമ്മിറ്റിയുടെ അല്ലെങ്കിൽ AP അബ്ദുൽ ഖാദർ മൗലവി നേതൃത്വം നൽകുന്ന കമ്മിറ്റിയുടെ പ്രതിനിധി. അവിടെയാണ് ആ രീതിയിൽ വ്യവസ്ഥ വന്നാൽ ഞങ്ങൾ ഓക്കെയാണ്. അതല്ലാതെ അതിനപ്പുറം ഞങ്ങളെന്തല്ല ഈ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ താല്പര്യമില്ല. നിങ്ങൾക്ക് ഞങ്ങളുമായി സംവാദം നടത്താൻ ഞാനൊന്ന് പറയട്ടെ. ഞാനൊന്ന് പറയട്ടെ. KNM ജില്ലാ സെക്രട്ടറി നിങ്ങൾക്ക് തന്ന കത്ത് ഒന്ന് കാണിക്കേ. KNM ജില്ലാ സെക്രട്ടറി നിങ്ങൾക്ക് തന്ന കത്ത് ഒന്ന് കാണിക്കേ. KNM ജില്ലാ സെക്രട്ടറിയാണ് നിങ്ങളെ ക്ഷണിച്ചത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് KNM ജില്ലാ സെക്രട്ടറി എന്ത് ചെയ്യണം? തന്ന കത്തൊന്ന് കാണിക്കേ. KNM ജില്ലാ സെക്രട്ടറി താങ്കളെ ഏൽപ്പിച്ച പ്രകാരം സുഹൃത്തെ ഞാനൊന്ന് പറയട്ടെ. KNM സെക്രട്ടറി ഈ മുഖാമുഖം നടത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. KNM സെക്രട്ടറിക്ക് വ്യക്തമായി മനസ്സിലായി എന്താണ് ഈ സാഹചര്യം. ഇവൻ ആരെയാണ് വെല്ലുവിളിക്കുന്നത്, അല്ലെങ്കിൽ പിന്നെ നാസർ സലഫി ആർക്കാണ് എഴുതിയത്, അത് വ്യക്തമായിട്ട് KNM സെക്രട്ടറിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ മുഖാമുഖം നടത്തിയ പണ്ഡിതന്മാർക്ക് കൈമാറി. ആ പണ്ഡിതന്മാരാണ് എന്ത് ചെയ്യുന്നത്? ഈ കത്ത് ബാക്കിയുള്ള മറുപടി എല്ലാം പ്രസിദ്ധീകരിച്ച് എന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, അഥവാ എന്നെ എന്ത് ചെയ്യുന്നു, ആ മീഡിയേറ്ററായിട്ട് പറഞ്ഞു നസീർ ഇവിടെ എടുത്തുകൂത്ത് നടത്തണം എന്ന് പറഞ്ഞു. ഞാനൊരു കാര്യം അനസ്മയുടെ അടുത്ത് പറഞ്ഞപ്പം പോലും പറഞ്ഞു, സാങ്കേതിക ഒന്നും നമുക്ക് വേണ്ട, പകരം സംവാദം നടത്തണം എന്ന് മെനങ്ങാന്ന് പോലും പറഞ്ഞു. ഞാൻ പറഞ്ഞു ആരടുത്ത് പറഞ്ഞു? അനസ്മയുടെ അടുത്ത് പറഞ്ഞു. അതായത് വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കാം. ഞാൻ പറഞ്ഞു ഇതിന് KNM സെക്രട്ടറിക്കാണ് കത്ത് തന്നിരിക്കുന്നത്. ആയിക്കോട്ടെ, നമ്മൾ KNM സെക്രട്ടറി അല്ലല്ലോ അങ്ങോട്ട് മറുപടി കൊടുത്തത്, നീയല്ലേ മറുപടി കൊടുത്തത്, നമുക്ക് സംവാദം നടത്തണം എന്ന് വ്യക്തമായിട്ട് അനസ്മ വന്നിട്ട് പറഞ്ഞിട്ടാണ് ഇവിടെ വന്നത്. ഇവിടെ നോക്കേ, സംഘടനയല്ല, ഇവിടെ ഖുർആനും സുന്നത്തിലെ അധിഷ്ഠവുമായിട്ട് ഇവിടെ ആരതാണ് ശരി, ആരതാണ് സത്യം എന്ന് ബോധ്യപ്പെടുത്താൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, എന്ന് ബോധ്യപ്പെടുത്താൻ നിങ്ങളുടെ പക്ഷത്താണ് നിങ്ങളുടെ പക്ഷം, ഞങ്ങളുടെ പക്ഷത്താണ് ഞങ്ങളുടെ പക്ഷം. ഇവിടെ സംഘടനയെ മാറ്റി നിർത്തുക, പകരം സംവാദം നടത്താൻ നിങ്ങൾ തയ്യാറാവണം. സംവാദം നടത്താൻ നമ്മൾ തയ്യാറാവണം. അതാണ് ഇവിടെ നമുക്ക് ആവശ്യപ്പെടാനുള്ളത്. അല്ലാതെ ഇപ്പൊ ഞാൻ പറഞ്ഞ ഇപ്പൊ ഇവിടെ ഇരുന്ന യാസ്മിനെ പോലും ആദ്യകാലത്ത് സംസാരിക്കുമ്പോഴത്തേക്ക് യാസ്മിൻ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എന്താണ്? അബ്ദുസലാം സുലൈമയെ വിടുക, അല്ലെങ്കിൽ സക്കിര സുലായി വിടുക, അവരെയൊക്കെ വിടുക, നമുക്ക് ഖുർആനും സുന്നത്തും ഏതാണ് സത്യം അത് മനസ്സിലാക്കാം എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഖുർആനും സുന്നത്തിനും അടിസ്ഥാനത്തിൽ നിങ്ങൾ സംവാദത്തിനുണ്ടോ? മുഖാമുഖം നടത്തിയ പണ്ഡിതന്മാർ തയ്യാറാണെന്ന് പറഞ്ഞു. നിങ്ങൾ തയ്യാറുണ്ടോ? അതേ ഉള്ളൂ. നിങ്ങൾ എന്താ ഈ ഔദ്യോഗികയും സംഘടനയൊക്കെ കയറി പിടിക്കുന്നത്? നിങ്ങൾ പലപ്പോഴും പറഞ്ഞില്ല സംഘടന വിടുക, അത് വിടുക, ഇത് വിടുക എന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും സംവാദം നടത്തേണ്ടി വരും. ആരാ ഒന്ന് അവിടെ നിന്ന് ആരെ വരുത്തേണ്ടി വരും? പിന്നെ ചെറിയ മുന്നത്തിന് വിളിക്കേണ്ടി വരും, അല്ലെങ്കിൽ അവരെ വിളിക്കേണ്ടി വരും. അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംവാദം നടത്തേണ്ടി വരും. ഏറ്റവും നല്ലതെന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് പല വിശ്വാസത്തിനും എതിരാണ് ഞങ്ങളെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ മുഖാമുഖം നടത്തിയ പണ്ഡിതന്മാർ തയ്യാറായി വന്നിട്ടുണ്ട്. സംവാദത്തിനുണ്ടോ എങ്കിൽ തയ്യാറാവുക. ഞങ്ങൾ സംവാദത്തിന് വ്യവസ്ഥ എഴുതാൻ ഇവിടെ റെഡിയായി വന്നിട്ടുള്ളത് നസീർ നൽകിയിട്ടുള്ള ലെറ്റർ മനസ്സിലാക്കിയിട്ടാണ്. ആ നസീറാണ് പറഞ്ഞത്. കത്തിന് വിരുദ്ധമായി ഇപ്പൊ പറയാൻ പാടില്ല. ആ നസീർ നേരത്തെ നൽകിയ കത്ത് ഇത് സംസാരിക്കുന്നുണ്ട്. താങ്കൾ അഥവാ നാസർ സലഫി അറിയുന്നതിന്
താങ്കൾ KNM ജില്ലാ വ്യക്തിപരം കിട്ടി. താങ്കൾ KNM ജില്ലാ സെക്രട്ടറിക്ക് അയച്ച മറുപടി കത്ത് കിട്ടി എന്ന് പറഞ്ഞിട്ടാണ് KNM ജില്ലാ സെക്രട്ടറിക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് നസീർ നാസർ സലഫിക്ക് മറുപടി കൊടുക്കുന്നത്. ഈ കത്തിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് ഇങ്ങനെ പറഞ്ഞത്? ഇപ്പൊ പറഞ്ഞത് എവിടെ എഴുതിയിരിക്കുന്നു? സംവാദത്തിന് വന്നിട്ടുള്ളത് അഥവാ വ്യവസ്ഥ എഴുതാൻ വന്നിട്ടുള്ളത് ഈ രീതിയിൽ KNMന്റെ പ്രതിനിധികളായിട്ട് നിങ്ങൾക്ക് ഇരുന്ന് വ്യവസ്ഥ എഴുതാൻ പറ്റുമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വ്യവസ്ഥ എഴുതാവുന്നതാണ്. അതല്ല വ്യക്തികൾ തമ്മിലാണെങ്കിൽ അത് വേറെ നമുക്ക് ചർച്ച നടത്താം. ഇത് നിങ്ങൾ എഴുതിയാൽ മതി. നിങ്ങൾ തന്ന ലെറ്റർ പ്രകാരം അഥവാ നിങ്ങൾക്ക് വേണ്ടി നസീർ നൽകിയിട്ടുള്ള നാസർ സലഫിക്ക് നൽകിയിട്ടുള്ള ലെറ്റർ പ്രകാരം സംവാദം നടത്താൻ ഞങ്ങൾ റെഡിയല്ല എന്ന് പറഞ്ഞോളൂ. ബഹുമാനായ അലിമദിനെ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഒരിക്കലും KNM ജില്ലാ സെക്രട്ടറിയോ ജില്ലാ പ്രസിഡന്റോ അതിന്റെ ലെറ്റർ പേഡിൽ നിങ്ങൾക്ക് യാതൊരു മറുപടിയും തന്നിട്ടില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ KNMുമായിട്ട് നിങ്ങൾ വാദപ്രതിവാദത്തിന് വരണമെങ്കിൽ KNM അതിന് ഔദ്യോഗികമായി നിങ്ങൾക്ക് ലെറ്റർ പേഡിൽ കത്ത് തരണം. അങ്ങനെ ഒരു കത്ത് തന്നിട്ടുണ്ടെങ്കിൽ അത് കാണിക്കുക. മറിച്ച് നിങ്ങൾ പറയുന്ന ഈ കാര്യങ്ങൾ അത് സത്യമാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ മുഖാമുഖത്തിൽ പങ്കെടുത്ത പണ്ഡിതന്മാരുമായിട്ട് ചർച്ച ചെയ്യാൻ നിങ്ങൾ തയ്യാറാവണമെന്നാണ് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്. അതല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഇത് അവസാനിപ്പിക്കാം. ഞങ്ങൾക്ക് വീണ്ടും പറയാനുള്ളത്, ഞങ്ങൾക്ക് നിങ്ങളുടെ പ്രതിനിധി നസീർ നൽകിയിട്ടുള്ള കത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ സംവാദത്തിന് റെഡിയാണ് എന്നാണ് ഞങ്ങൾക്ക് വീണ്ടും പറയാനുള്ളത്. അഥവാ KNM ജില്ലാ സെക്രട്ടറിക്ക് വേണ്ടിയിട്ടാണ് നസീർ എന്ത് ചെയ്തിട്ടുള്ളത്, ലെറ്റർ തന്നിട്ടുള്ളത്. അപ്പൊ ആ KNMന്റെ പ്രതിനിധികൾ എന്നുള്ള നിലയിൽ നിങ്ങൾ സംവാദത്തിന് വ്യവസ്ഥ എഴുതാൻ തയ്യാറാണെങ്കിൽ ഞങ്ങൾ ആ സംവാദത്തിന് തയ്യാറാണ്. ഞങ്ങൾ ഇവിടെ നാസർ സലഫിയുടെയും യാസ്മിന്റെയും പ്രതിനിധികളായിട്ടാണ് വന്നിട്ടുള്ളത്. അവർക്ക് നിങ്ങൾ നൽകിയിട്ടുള്ള ലെറ്റർ KNM ജില്ലാ സെക്രട്ടറി അയച്ച മറുപടി കിട്ടി എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ ആ രീതിയിൽ വ്യവസ്ഥയ്ക്ക് ഞങ്ങൾ തയ്യാറാണ്. ഇത്രേ പറയാനുള്ളൂ.